ഒടിയൻ്റെ ഡബിങ് നടന്നു. സാർ ഇങ്ങനെ പോകാൻ നോക്കുക. പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ ഡബിങ് കാണുന്നത്. അതെനിക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു. ഞാൻ കുറച്ച് വരും ലാൽ സാറിന് 1 മണിക്കൂർ ചെയ്തിട്ട് വേറൊരു ഫംഗ്ഷന് പോകും. പെട്ടെന്ന് ലാൽ സാറിനെ കൊണ്ട് പറഞ്ഞാൽ കിട്ടിയാൽ ഭയങ്കര മഹാഭാഗ്യം, ഇല്ലെങ്കിൽ ഒരു വാക്ക്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ആക്ടർ എങ്ങനെയായിരിക്കണം, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ. ഞാൻ പോലും പഠിക്കണ്ടേ, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം പോലും എങ്ങനെ കളയാം. പെട്ടെന്ന് സാർ പ്ലെയറിനെ കുറിച്ച് അതിനു മുമ്പ് ഞാൻ സംസാരിച്ചത് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞു തരും. ഈ മോനെ എനിക്ക് ഇത്ര മണിക്ക് പോകേണ്ടിയില്ല പറഞ്ഞു, നേരത്തെ പറയേണ്ടത്. അപ്പോൾ ഞാൻ സാറില്ല സാർ കുഴപ്പമില്ല, കുഴപ്പമില്ല പെട്ടെന്ന് നോക്കുന്നു. ഞാൻ അതിൽ എഴുതിയിട്ട് പോലുമില്ല ഇൻട്രോ. 5 മിനിറ്റോടെ ഞാൻ അവിടെ സ്റ്റുഡിയോ ഡിസ്പ്ലേ ചെയ്തിട്ട് ഞാൻ ഇൻട്രോ എഴുതുന്നു. ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അകത്ത് ബൂത്തിനകത്ത് ഇരിക്കുമ്പോൾ മൊബൈൽ കൺസോൾ ഇരിക്കും. പിന്നെ എന്താ അറിയാം, പിന്നെ സാറേന്നാണ് ഡയറക്ടറാണല്ലോ. സാർ ഓക്കെയാണ് സാർ, സാറൊന്നും വിളിക്കല്ല, അങ്ങനെയാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. കാരണം വലിയൊരു ഇൻട്രോ ആണ്, അതിൻ്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം. കാരണം കൃത്യമായി ഇന്ന് ആ പ്ലേ തുടങ്ങുന്നതിന് മുമ്പേ സ്റ്റാർട്ടിങ് വോയിസ് എന്നോട് പലയാൾക്കാരും പറയാറുണ്ട്, ആ നാടകത്തിലേക്ക് അറിയാതെ വീണു പോകും. അങ്ങനെയുള്ളൊരു മോഡുലേഷനാണ്.